നൈറ്റ് ആയപ്പോഴേ ഞങ്ങൾക്ക് ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ എന്നൊരു തോന്നൽ. അങ്ങനെ പുറത്തേക്ക് വന്നതാണ്. നമ്മൾ വന്നിരിക്കുന്നത് ആക്രയിലുള്ള ബോസ്ബ്രസ്, അവിടേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് ആസ്വദിക്കാം. കം ഓൺ ഗൈസ്. നല്ല തിരക്കാട്ടോ ഇവിടെ, ഒരുപാട് പേര്. ശരത്തേട്ടന് ഇതിന് മുന്നേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് ഷിനോചേട്ടനെയും സൂസുവിൻ്റെയും കൂടെയാണ്. ഇവിടെ പല വീഡിയോസിലും നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടാകും. ഇതൊരു ടർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ആണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ പുറത്ത് തന്നെ ഓടിച്ചാടി കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെരുപ്പാട് അയച്ചിട്ടുണ്ടാവും, അമ്പലല്ലേ ഇത്. വെറൈറ്റി എന്തെങ്കിലും പിടിച്ചാലോ? ഫാമിലി കബാബ് ആൻഡ് one chicken shish kebab, one lamb shish. ഓർഡർ ചെയ്തത് ഒരു മിനിറ്റ് പേരൊന്നും നോക്കട്ടെ. ലാംബ് ഷിഷ്, പിന്നെ ചിക്കൻ ഷിഷ് കബാബ്. എല്ലാത്തിനും ഒരു ഷിഷ് വേണം. പിന്നെ ബീഫ്, അതല്ല ബീഫ് ഷിഷ് ആണോ? ലാംബ് ഷിഷ്, പിന്നെ ഇത്, പിന്നെ അതിൻ്റെ മിക്സഡ്, പിന്നെ എന്തായാലും അവിടെ പോയി അതിൻ്റെ സാധനം അതാ മിക്സഡ് കബാബ് ഫുൾ. അതിൽ കുറേ സാധനങ്ങളുണ്ട്. നമുക്കിതെല്ലാം വന്നിട്ട് ട്രൈ ചെയ്യാം. കഴിച്ചിട്ട് പറയാം. ഇങ്ങോട്ട് വരണം. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റാർട്ടർ. ഡ്രിങ്ക്സ് എന്താ വേണ്ടത്? ഇത് ഇങ്ങോട്ട് എടുത്തോണ്ടാണ്. വാട്ടർമെലൺ ജ്യൂസ് ഓൾറെഡി അടിച്ചു വെച്ച് തോന്നുന്നു. വേഗം എത്തി. നല്ല രസമുണ്ടോ? Please give me 2 more plates. 3 more. ഇതിനെമ്പാടുണ്ട്. ഇത് 2 ആൾക്കാർക്കുള്ള ഭക്ഷണം, 4 ആൾക്കാർക്കുള്ള ഭക്ഷണം വാങ്ങിയുള്ള അവസ്ഥ ഉണ്ടായിരിക്കുമോ? ഇത് 2 പേർക്കുള്ളതാണ്. ഞങ്ങൾ 4 പേർക്കുള്ളതെന്ന് വിചാരിച്ചിട്ട് നിന്നായിരുന്നു. അവിടെ കഴിക്കാനും തുടങ്ങി. ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ 2 എണ്ണം വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പേര് പറയോ? ഇതാണ് മറ്റേ ഫിഷ് അല്ല, ലാം ഷിംബ്. ലാം ഷിംബോ അല്ലെങ്കിൽ ചിക്കനോ? ഇത് ചിക്കനാണോ? ലാംബ്. അത് ആ ലാം ഷിംബ്. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫുഡ്. ഇവിടെ ഗാനയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ടർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ്. എന്താണ് എങ്ങട്ടാ? അൻഷുവിനാണ് വാഷ്റൂം അറിയാന്നാ പറഞ്ഞത്. ഓക്കെ, okay. Poikko. Okay. You can use this. Poikko. വാഷ്റൂമിൽ വീഡിയോ എടുക്കാൻ പാടില്ല. ആമി, വാഷ്റൂമിൽ വീഡിയോ എടുക്കാൻ പാടില്ല. എന്നാ ഓക്കെ. അങ്ങനെ ബില്ല് വന്നിരിക്കുകയാണ്. എത്ര പൈസ? ബില്ല് വന്ന സമയത്ത് ലൈറ്റ് മാറിയോ? 961 CD. അതെ.
അത്യാവശ്യം കുഴപ്പമില്ല. വിചാരിച്ചത്ര ആയിട്ടില്ല. വിചാരിച്ചായിരുന്നല്ല, വയറ് നിറച്ച് കഴിക്കാൻ പറ്റാതിന്റെ ഇപ്പൊ ടേക്ക് അവേ ചെയ്യാ. അതിന് ഞങ്ങൾ പോവാണ്. മുകളിലേക്ക് വന്ന് നോക്കിയതാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയാൻ വേണ്ടി. പക്ഷെ ഇവിടെയൊക്കെ തിരക്കാണ്, എല്ലാവരും ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി മുകളിലേക്കില്ല, അപ്പൊ അവിടെ പോയി നോക്കാം. ഒരാളെ തൂക്കി എടുത്തിട്ട് വരികയാണ് അവിടുന്ന്. സ്റ്റെയർ ആണ് കേട്ടോ. ഇത് 2 നിലയാണ്. നമ്മൾ താഴത്താണ് ഇരുന്നത്. താഴത്ത് ഇരുന്നപ്പോ ആദ്യം തിരക്കൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ പറ്റി. നല്ല പുറത്ത് നല്ല കാറ്റൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഹൈറ്റ് ഉണ്ട്. ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേ മുകളിലോട്ട് കയറി വന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് ഇണക്കുരുവികളെ കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെയൊക്കെ മുന്നിലുള്ള ടേബിൾ നോക്കുകയാണെങ്കിൽ ആ ടേബിളിൽ അധികം ഫുഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അധികം ഒരു ചെറിയ ജ്യൂസോ അല്ലെങ്കിൽ കുറച്ച് ഫുഡ് എന്തെങ്കിലും വാങ്ങി വെച്ചിട്ട് അവർ ഒത്തിരി നേരം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അത് നമ്മൾ വേറെ ഏതൊരു ലോകത്ത് എത്തിയ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തരിക. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്ലൈറ്റ് പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. എല്ലാം കൊണ്ടും ഈ ഒരു നൈറ്റ് വ്യൂ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനിയിപ്പോൾ ശീശ വലിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പ് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും മനസ്സിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലേസ് ആണിത്. അല്ല, എന്താണിത്? വെസ്റ്റ് പൊതച്ചിട്ടതായിരിക്കണേ. നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതിലേക്ക്